വണ്ണം കുറച്ച് വയറ് കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കി ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ മുന്നോട്ട് പോകുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ചോറിനും ചപ്പാത്തിക്കും പകരം മില്ലറ്റ്സ് ആണ് ഇപ്പോഴത്തെ താരം. അപ്പോൾ കിനോവ എന്ന മില്ലറ്റ് വെച്ച് നമുക്കൊരു കിഡിലൻ റെസിപ്പി ഇതായി ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിക്കോളൂ കേട്ടോ. 1 കപ്പ് കിനോവ 3-4 തവണ നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കുക. ഇനി ഒരു കുക്കറിൽ ഇതിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റിതാ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങളുടെ സൗകര്യത്തിന് 1 ടീസ്പൂൺ മാത്രം മതി ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉഴുന്ന് 1 ടീസ്പൂണ്, പൊട്ടുകടല 1 ടീസ്പൂണ് ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഒരു വലിയ സബോള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഉപ്പിട്ട് വഴട്ടാം. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ലതാണ് വയറിന്. ഒരു വലിയ തക്കാളിയും ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 4 പച്ചമുളക് ചതച്ചതോ അല്ലെങ്കിൽ ഒരു 7 കാന്താരി ചതച്ചതോ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ച നമ്മുടെ കിനോവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അവസാനം വലിയൊരു പിടി തന്നെ വേണം മല്ലിയില ചേർത്ത് ഇളക്കി സെറ്റായാൽ നമ്മുടെ രുചികരമായിട്ടുള്ള കിനോവ പുലാവ് അല്ലെങ്കിൽ കിനോവ റൈസ് അല്ലെങ്കിൽ കിനോവ ബിരിയാണി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചോ, സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഏതെങ്കിലും ഒരു നേരം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ മില്ലറ്റ്സ് ഏതെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഗ്ലൈക്കോമിക്സ് ഇൻഡെക്സ് വളരെ കുറവാണ്. ഡയബറ്റിക്കാർക്കും ഭയങ്കര നല്ലതാണ്, കൊളസ്ട്രോളുകാർക്കും നല്ലതാണ്, എന്നാൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് അതിലും നല്ലതാണ്. സംഭവം കുറച്ച് വിലയുണ്ട്. പക്ഷെ ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഇത് മൊത്തമായിട്ട് നമ്മൾ തട്ടുന്നു വിചാരിക്കേണ്ട. എനിക്ക് ഇതൊന്ന് കഴിക്കാൻ പറ്റുന്ന ഓൺലി 75 ഗ്രാം. അപ്പൊ നമുക്ക് തൂക്കി എടുത്തിട്ട് കഴിക്കാം. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ അരി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വിത്ത് യുവർ പെർമിഷൻ കൈകൊണ്ട് വാരി തിന്നാന്ന് വിചാരിച്ചു. ആകെ 4 സ്പൂൺ ഉണ്ട്. പിന്നെ എന്തോന്ന് വാരാനാ? വാരുകയാണെങ്കിൽ ഒരു 1.5 വേണം അല്ലേ? ചോറിൽ നിറച്ച് കറികളും തോരനും ഒക്കെ കൂടിയിട്ട് ഒരു മീനൊക്കെ സൈഡിൽ വെച്ച് കൈകൊണ്ട് വാരി കുഴച്ചടിക്കുന്ന സുഖം ഓർത്ത് കൊണ്ട് ആ റൈസിൻ്റെതായിട്ടുള്ള ചുവയൊന്നും നമുക്ക് അറിയില്ല. അതിൽ ഒരു തിരുത്തിപ്പുളേ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ പൊട്ടുകടല ഇടണ്ട കേട്ടോ. അതിന് വാരി കടിക്കുമ്പോൾ ഒരു സുഖമില്ല. പൊട്ടുകടല ഇടണ്ട. ഓക്കെ, ഇപ്പൊ സംഭവം പൊളിയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ, നിങ്ങളുടെ ചെറുപ്പത്തിലല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അംഗനവാടിയിൽ ഒരു ചോളത്തിന്റെ ഉപ്പുമാവ് കിട്ടുന്നുണ്ട്. മഞ്ഞ നിറമുള്ള ഭയങ്കര ടേസ്റ്റ് ഉള്ളത്. ആ ഉപ്പുമാവിന്റെ കിഡിലൻ രുചി. വെജിറ്റേറിയൻകാർക്ക് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പനീർ പൊടിച്ച് ചേർത്തിട്ട് വഴറ്റിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. വളരെ ഇഷ്ടമായി. ഇനി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് പുഴുങ്ങി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടും കഴിക്കാം. അതൊക്കെ ഡയറ്റിന് പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. സാധാരണ ചോറ് തിന്നുന്ന പോലെയല്ല, കുഞ്ഞു കുഞ്ഞു പണികളാണ് കേട്ടോ. വായിൽ കിടന്ന് ഇങ്ങനെ ഓടി കഴിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 4 ടേബിൾ സ്പൂൺ കഴിച്ചാൽ എൻ്റെ വയറ് നിറയുമെന്ന്. ഇല്ല, അതിനിതാ സലാഡ് ഉണ്ട്. നമുക്ക് ഫിഷോ ചിക്കൻ ബ്രസ്റ്റോ എടുക്കാം. വെജിറ്റേറിയൻകാരാണെങ്കിൽ പനീർ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന തോരൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 6 നേരം ഭക്ഷണം കഴിച്ച അന്നമ്മയുടെ ഡയറ്റും എക്സസൈസും വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡയറ്റിന്റെ എക്സസൈസിന്റെയും വിവരങ്ങളും വിശേഷങ്ങളും ഞാൻ പറയാം. ആദ്യം എൻ്റെ വെയിറ്റ് ഞാൻ വിചാരിക്കുന്ന അത്രയും കുറയട്ടെ. അപ്പോൾ അടുത്തൊരു കിഡിലൻ ഡയറ്റ് ആൻഡ് ഡയബറ്റിക് ആൻഡ് ഹെൽത്തി വീഡിയോ റെസിപ്പി ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അമ്മമ്മ.